ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാരീസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിൽ കാണിച്ചിട്ട് എടുക്കാൻ പോവുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോട്ടൺ ആയതുകൊണ്ട്, പ്യോർ കോട്ടൺ ആയതുകൊണ്ട് മഴക്കാലം ആകുമ്പോൾ മൈൽഡ്യൂ എന്ന് പറഞ്ഞിട്ട് ഫംഗസ് വരാനുള്ള ചാൻസസ്. അപ്പം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇപ്പം കോട്ടൺ സാരീസൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്മളിപ്പം വെയർ ചെയ്തിട്ടില്ല എങ്കിൽ ഇടയ്ക്കൊന്ന് സാരി വെയിൽ കൊള്ളിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. അതായത് ഒരുപാട് നേരം ഇടരുത്. ഷാഡോസിൽ ഇടുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പം നമുക്കിവിടെ ഷാഡോസ് കുറവായതുകൊണ്ട് ഞാനൊരു 10 മിനിറ്റ് മാക്സിമം സാരി എന്ത് ചെയ്യും, ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് ഇടുവാണ്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിച്ചും മറിച്ചൊന്ന് ഇട്ടാൽ മതിയാകും. അപ്പോൾ ഇങ്ങനെ ഇടുന്നത് കൊണ്ട് എന്താ പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളായിട്ട് സാരീസ് ഇരിക്കുവാണല്ലോ. സാരീസ് ഇരിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഈ പറഞ്ഞ പോലെ തണുപ്പടിക്കാൻ നേരത്തെ ഇതിൻ്റെ അകത്ത് ഫംഗസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊന്ന് വെയിൽ കൊള്ളിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ കോട്ടൺ മാത്രമല്ല, ഏത് നാച്ചുറൽ ആയിട്ടുള്ള ഫാബ്രിക്കാണ് നിങ്ങൾ ഉപയോഗിക്കുക. ഇപ്പോൾ ചന്തേരി അല്ലെങ്കിൽ സിൽക്ക് അങ്ങനത്തെ മെറ്റീരിയൽ എല്ലാം ഉണ്ടാവുമല്ലോ സാരീസിൽ. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ ചെറിയൊരു വെയിൽ കൊള്ളിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും മഴക്കാലത്ത്. കാരണം എന്താണ്, ഇതിലെല്ലാം ഫംഗസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം നമ്മുടെ ഇവിടുത്തെ ഹ്യൂമിഡിറ്റി മഴക്കാലത്ത് കൂടുതലായിരിക്കും. അപ്പോൾ ഈ തുണിയിലെല്ലാം ഫംഗസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പം സാരീസ് ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ ഇതൊന്ന് ഫോളോ ചെയ്തോളാം. ഇല്ല എങ്കിൽ നിങ്ങളുടെയൊക്കെ ഫാബ്രിക് പെട്ടെന്ന് നശിച്ചു പോകും. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചോളാം. ആൻഡ് നമ്മുടെ സാരീസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞാൻ താഴത്തെ നമ്പർ കൊടുത്തേക്കാം, അതിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ബൈ.